ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഓൾറെഡി ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ കോഴ്സിൽ കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു 1 minute ഞാൻ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ട് ഒരു ഓവർവ്യൂ പറയാം. ഇത് പ്രധാനമായിട്ടും അപേക്ഷിക്കാൻ സാധിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമാണ്. 5 വർഷമായി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട്, സോ ഡിസംബറിനകം നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ സൈക്കോളജി, ഹോം സയൻസ്, സോഷ്യോളജി, സോഷ്യൽ വർക്ക് എന്നിവ ഡിഗ്രി ആയിട്ടോ PG ആയിട്ടോ പഠിച്ച ആൾക്കാർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. 42 വയസ്സ് വരെയാണ്, 41, 42 വയസ്സ് വരെയാണ് ഇതിന്റെ മിനിമം ഒരു ഏജ് എന്ന് പറയുന്നത്. 25 വയസ്സാണ് ഏറ്റവും ലോവസ്റ്റ് ഏജ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതുവരെ അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയുന്ന സമയത്ത് നമുക്ക് ഇപ്പം നിലവിലുള്ള സിലബസ് 2022 സിലബസ് ആണ്. ആ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ കോഴ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 999 രൂപയാണ് കോഴ്സിന്റെ ഫീസ്. ഈ കോഴ്സിലൂടെ നമ്മൾ ഫുൾ സിലബസ് ആണ് തീർത്തു കൊടുക്കാൻ പോകുന്നത്. എക്സാം ഡേറ്റ് എന്നാണോ അതുവരെ ആയിരിക്കും നമ്മുടെ കോഴ്സ് പോകാൻ പോകുന്നത്. കോഴ്സിനകത്ത് ഈ പറഞ്ഞോട്ട് തന്നെ 4 ഏരിയാസ് ആണ്, സബ്ജക്ട്സ് ആണ് നമുക്കുള്ളത്. സോഷ്യോളജി, സോഷ്യൽ വർക്ക്, ഹോം സയൻസ്, സൈക്കോളജി. ഓരോ ടോപ്പിക്കിൽ നിന്നും 25 മാർക്കിനാണ് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അങ്ങനെ 100 മാർക്കാണ്. ഇതൊരൊറ്റ പരീക്ഷയാണ്. ഇനി എക്സ്ട്രാ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് CDPOയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇത് CDPO മാത്രമല്ല, സൈക്കോളജി ഇപ്പൊ മിക്ക എക്സാംസിനും ഒരു കോമൺ ടോപ്പിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൈക്കോളജി മീൻസ് ഹ്യൂമൻ സൈക്കോളജി കൂടുതലായിട്ടും സബ് ഇൻസ്പെക്ടറിനായിക്കോട്ടെ, പോലീസ് തസ്തികകളിലേക്കായിക്കോട്ടെ, ഇതുപോലെ സ്പെഷ്യൽ എക്സാംസിനായിക്കോട്ടെ. അപ്പൊ സൈക്കോളജി ഏതൊക്കെ വിഷയങ്ങളിൽ നിങ്ങൾ ഏത് സബ്ജക്ട് എടുത്ത് പഠിക്കുക, അതായത് ഏത് ഏരിയ ആണോ പഠിക്കുന്നത് അവിടെ സൈക്കോളജി ഉള്ളവരെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു ക്വസ്റ്റ്യനും കൂടെയാണിത്. നോക്കിക്കേ, the tendency to search for evidence that fits one beliefs while ignoring any evidence that does not fit those beliefs is known as. ഇത് 2022 വന്ന ഒരു ചോദ്യമായിരുന്നു. The tendency to search for evidence that fits one beliefs while ignoring any evidence that does not fit those beliefs is known as. നമ്മൾ സ്ഥിരമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണിത്. ഞാൻ ഒരു കാര്യത്തിൽ വിശ്വസിച്ചാൽ ആ വിശ്വാസം ഉറപ്പിക്കാനായിട്ട് അതിന് വേണ്ട തെളിവുകൾ ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയും ഇതിനെ ഒപ്പോസ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യുന്ന തെളിവുകളെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ മാനസികാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമുണ്ട്, ഒരു ബയാസ് ആണിത്. ആ ബയാസിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കറസ്പോണ്ടൻസ് ബയാസ്, ഓപ്ഷൻ ബി കൺഫർമേഷൻ ബയാസ്, ഓപ്ഷൻ സി ആക്ടർ ഒബ്സർവർ ബയാസ്, ഓപ്ഷൻ ഡി ഫോൾസ് കൺസെൻസസ് ബയാസ്. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. കാരണം പല സിനിമകൾക്കകത്ത് നമ്മൾ ഈ ഒരു പേര് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്വേഷണാത്മകമായിട്ടുള്ള സിനിമകളിൽ ഈ ഒരു പേര് നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ ഇപ്പൊ പോലീസുകാരൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഒരു വിശ്വാസം ആദ്യമേ ഉണ്ടെങ്കിൽ നമ്മൾ ആ വിശ്വാസത്തിന് വേണ്ട രേഖകളായിരിക്കും കണ്ടെത്തുന്നത്. ഇനി ആ വിശ്വാസങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട്, ചിലപ്പോൾ അതായിരിക്കില്ല സത്യം, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് കൺഫർമേഷൻ ബയാസ് എന്നുള്ളതാണ് ആൻസർ. അപ്പൊ എന്താണ് കൺഫർമേഷൻ ബയാസ് എന്ന് ഇനി എവിടെ ചോദിച്ചാലും എഴുതുക. കൺഫർമേഷൻ ബയാസ് ഇസ് എ ടെൻഡൻസി ടു സീക്ക്, interpret and remember information in a way that confirms one pre-existing beliefs or opinion while ignoring or discontinuing അല്ലെങ്കിൽ discounting contradictory evidences. ഈ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ബയാസ് ആണ്. നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് എന്തായിരിക്കും? നമ്മുടെ പ്രീ എക്സിസ്റ്റിംഗ് ബിലീഫ് അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയനെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അതിനെ കൺഫേം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ തിരക്കുന്നത്. അതിനിടയ്ക്ക് ഇത് അല്ല എന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതിനെയെല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺഫർമേഷണൽ ബയാസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആൻസർ അതാണ്. ഇനി അതിന്റെ കൂട്ടത്തിൽ ഒരു 3 ഓപ്ഷൻസ് കൂടെ കിടപ്പുണ്ട്. അപ്പൊ ഇനിയുള്ള എക്സാംസിന് അതൊക്കെ ചോദിച്ചാൽ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? കറസ്പോണ്ടൻസ് ബയാസ് എന്നാണ്. എന്താണ് ഈ കറസ്പോണ്ടന്റ് ബയാസ്? ടെൻഡൻസി ടു അട്രിബ്യൂട്ട് അതേഴ്സ് ബിഹേവിയർ ടു ഇന്റേണൽ ട്രെയ്റ്റ് റാദർ ദാൻ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. ഇപ്പൊ എനിക്കൊരു അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെരുമാറുമ്പം ഞാൻ പറയും എന്റെ സിറ്റുവേഷൻ അതായിരുന്നു എന്ന്. എന്നാൽ മറ്റൊരാള് ഇതുപോലെ തന്നെ പെരുമാറിയാൽ ഞാൻ പറയും അവരുടെ ട്രെയ്റ്റ് അങ്ങനെയാണ്, അത് സിറ്റുവേഷനോ അങ്ങനെയൊന്നും നമ്മൾ ഓർക്കത്തില്ല. നമ്മൾ പറയുന്നത് എന്താ? അവന്റെ സ്വഭാവമേ അങ്ങനെയാ, അവൻ അങ്ങനെ ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ പറയുന്നു. അവിടെ സിറ്റുവേഷൻസോ അവന്റെ ആ ഒരു അവസ്ഥയോ ഒന്നും നമ്മൾ എടുക്കാറില്ല.
That is called correspondence bias. അപ്പൊ tendency to attribute others' behavior to internal trait rather than situational factors. ഓപ്ഷൻ സി പറഞ്ഞത് ആക്ടർ ഒബ്സർവർ ബയാസ് എന്നായിരുന്നു. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ അതായത് എന്താണ് ഈ ആക്ടർ ഒബ്സർവർ ബയാസ്? വി എക്സ്പ്ലെയിൻ ബൈ അവർ ഓൺ ബിഹേവിയർ ബൈ സിറ്റുവേഷൻ ബട്ട് അതർ ബിഹേവിയർ ബൈ ദെയർ ട്രേറ്റ്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പൊ കറസ്പോണ്ടൻസ് ബയാസ് നമ്മൾ പറഞ്ഞു ഇന്റേണൽ ട്രേറ്റ് ആണ് നമ്മൾ വിശ്വസിക്കാൻ ശ്രമിക്കുന്നു സിറ്റുവേഷണൽ ഫാക്ടേഴ്സിനപ്പുറത്തോട്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ ബിഹേവിയറിനെ ഞാൻ എന്റെ സിറ്റുവേഷൻ കൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് മറ്റൊരാള് ഇതേ കാര്യം ചെയ്താൽ ഞാൻ പറയും അത് അവരുടെ ട്രേറ്റ് കൊണ്ടാണെന്ന്. അപ്പൊ ഏകദേശം രണ്ടും ഒരുപോലെയാണ് വരുന്നത്. ഇനി ഫോൾസ് കൺസെൻസസ് ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഡെയിലി ലൈഫിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ബിലീവിങ് ദാറ്റ് അതേഴ്സ് ഷെയർ അവർ ബിലീഫ് ഓർ ബിഹേവിയർ മോർ ദാൻ ദേ ആക്ച്വലി ഡു. ഒരാൾ എന്ത് ചെയ്താലും നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ബിലീഫാണ് ഇതേണ്ട ഞാൻ വിശ്വസിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ ബിഹേവിയർ ആണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൻ ശരിക്കും ചെയ്യുന്നതല്ല എന്നുള്ളത്. അതായത് എന്റെ വിശ്വാസങ്ങളും എന്റെ പെരുമാറ്റവും ഒക്കെയാണ് ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ അവർ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല എന്ന് വിശ്വസിക്കുക. അപ്പൊ നമ്മൾ ഉള്ളിച്ചിരിക്കത്തില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് ഇവൻ ഈ പറയുന്നത്, അല്ലെ എന്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇവൻ ഈ പറയുന്നത്, അല്ല അവന് തോന്നിയിട്ടൊന്നുമല്ല. ഈ രീതിയാണ് നമ്മൾ ഫോൾസ് കൺസെൻസസ് ബയാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഇതുപോലെയുള്ള ഓപ്ഷൻസിൽ നിന്നും ഇനിയും ചോദ്യങ്ങൾ വരാം. ഇനിയും CDOPയെ പറ്റിയിട്ട് എക്സ്ട്രാ എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഞാനൊരു വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം, അതിലേക്ക് മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.